ഒരു 33കാരൻ ജനഹൃദയങ്ങളിലേക്ക് കുരിശുമായി നടന്നു കയറിയതിൻ്റെ ഓർമ്മയാണിന്ന്. മുറിവേൽപ്പിച്ചവനും മുറിവിൽ തൊട്ടവനും മുറിവേറ്റവനോടൊപ്പം വിശുദ്ധീകരിക്കപ്പെടാൻ കാരണമായ ആ തിരുമുറിവുകളെ നെഞ്ചിലേറ്റി വരൂ, നമുക്കും കാൽവരിയിലേക്ക് നടന്നു നീങ്ങാം. റബേക്കെ, അറിഞ്ഞോ, നമ്മുടെ ഗുരുവിനെ നമുക്ക് നഷ്ടപ്പെടും. ഗുരുവിനെയോ? വെറോണിക്ക, നീ ഒന്ന് കരയാതിരിക്കേ. ഗുരു എന്ന് പറഞ്ഞ യേശുവിന്റെ കാര്യമാണോ നീ പറയുന്നേ? അതെ, അവനെ ദേശാധിപതി ക്രൂശിക്കാൻ വെച്ചു. ചതിയാ, എല്ലാവരും കൂടി അവനെ ചതിച്ചതാ. അപ്പൊ ബറാബാസോ? അവന് വിട്ടയച്ചു. അവന് പകരം നമ്മുടെ ഗുരു ഒരു കൊടും കുറ്റവാളിയെ പോലെ ക്രൂശിക്കപ്പെടും. ഇല്ല വെറോണിക്ക, അങ്ങനൊന്നും സംഭവിക്കില്ല. അവനല്ലേ നമ്മൾ കാത്തിരുന്ന രക്ഷകൻ. അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോ നിന്റെ രക്തസ്രാവം മാറിയില്ലേ? അവന് സ്വയം രക്ഷിക്കാൻ സാധിക്കില്ലേ? എനിക്കറിയില്ല ഒന്നും. ഞാൻ കൊട്ടാരത്തിലേക്ക് പോവാ. എനിക്കെന്റെ ഗുരുവിനെ കണ്ടേ പറ്റൂ. യഹോവേ, കണക്കുകൾ പിഴയ്ക്കുകയാണോ? ഞങ്ങളുടെ പൊന്നുമോളെ പിച്ച് ചീന്തിക്കൊന്ന ബറാബാസിനുള്ള ഈ കുരിശിന്റെ ഭാരം അത് ചുമക്കേണ്ടത് യേശു ആണോ? എന്തു പറ്റി റബേക്ക? എന്തിനാ നീ കരയുന്നേ? പിഴച്ചു. പ്രതികാരം കൂട്ടിയും കിഴിച്ചുമുള്ള അങ്ങനെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. ബറാബാസ് അവനെ വിട്ടയച്ചു. വിട്ടയച്ചെന്നോ? യേശു നമ്മുടെ ഗുരുവായി കുരിശ് ചുമക്കാൻ പോകുന്നത്. എന്തൊക്കെയാ റബേക്ക നീ പറയുന്നേ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞേ? ഒനേസിയൂസ്, പണയാൻ ഏൽപ്പിച്ച കുരിശ് എവിടെ? അയ്യോ, ഈ കുരിശ് ഇത് ബറാബാസിന് വേണ്ടിയുള്ളത് തന്നെയല്ലേ? ബറാബാസിനോ? അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇതാ ദൈവദൂഷണം പറഞ്ഞു നടക്കുന്ന ആ യേശുവിനുള്ളതാ. അയ്യോ ഇല്ല, ഈ കുരിശ് ബറാബാസിനുള്ളതാ. യേശുവിനാണെങ്കിൽ ഞാൻ വേറെ കുരിശുണ്ടാക്കി തരാം. എനിക്കൊരല്പ സമയം എന്താ, ഞാൻ വേറെ കുരിശുണ്ടാക്കി തരാം. നിന്റെ പണി കുരിശുണ്ടാക്കുക, അത്രമാത്രം. നീ അത് ചെയ്തല്ലോ, മറ്റൊന്നും നീ ആലോചിക്കണ്ട. വാ, പിടിക്ക്. അയ്യോ അയ്യോ, അത് കൊണ്ടുപോകരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അത് കൊണ്ടുപോകരുത്. അനീതിമാനെ, ആ ഭാരം താങ്ങാനാവില്ല. മാറി നിൽക്കടാ. വേണ്ട. അവന്റെ നീതിമാനായ ഒരു ഗുരു. നീ ആ കാൽവരിയിലേക്ക് വാ. ആ കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാലോ. ഒരു ലോകരക്ഷകൻ. എടുക്കടാ. പാപിയ, നിങ്ങൾ കൊടും പാപിയ. യേശു സുഖപ്പെടുത്തിയ നിങ്ങൾ ഈ കൈകൾ കൊണ്ട് തന്നെ
അവനുള്ള കുരിശ് നിങ്ങൾ പണിതില്ലേ? പറ്റിപ്പോയി, പറ്റിപ്പോയി. സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞവനോടുള്ള ഒരു പിതാവിന്റെ പ്രതികാരം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്റെ യഹോവേ, ഞാനൊരു നന്ദി കെട്ടവനാ. മാപ്പ്, മാപ്പ്. കണ്ടില്ലേ, ഒരു രാജാവ്, ഒരു പാവം രാജാവ്. ഈ രാജാവിന്റെ രാജ്യം എവിടെയല്ല, പിന്നെ എവിടെയാണാവോ? നീ പറയടാ, നിന്റെ രാജ്യം എവിടെയാ? നീ പറയില്ലല്ലേ? കിരീടമില്ലാതെ എന്ത് രാജാവ് അല്ലേ? ഇപ്പൊ കൊള്ളാം. യഹൂദരുടെ രാജാവേ സ്വസ്തി. സ്വസ്തി, സ്വസ്തി. മുട്ടൂത്ര, നമുക്കൊരു ചെറിയ നേരം പോക്കായല്ലോ കൂട്ടരെ. ഇവൻ വലിയ പ്രവാചകനല്ലേ? നമുക്കേ ഇവന്റെ കണ്ണങ്ങ് കെട്ടിയേക്കാം. ഇനി തുടങ്ങാം. പറ, നിന്നെ അടിച്ചത് ആരെന്ന് പറ. നിയമവും പ്രവാചകന്മാരും ഇവനിലൂടെയാണ് ഉണ്ടാകുന്നത് പോലും. ദൈവദൂഷണം പറയുന്ന ഇവന് കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. ഗുരു നാഥ, തെറ്റുപറ്റിപ്പോയല്ലോ. എനിക്ക് ക്ഷമ എന്നത് ഞാൻ അറിയിക്കുന്നില്ല. ഞാനൊരു നന്ദി കെട്ടവനാ. എല്ലാം ഞാൻ അറിയുന്നു. ഈ പാനപാത്രം എനിക്ക് കുടിച്ചേ മതിയാകൂ. നീയല്ല, ഈ ലോകത്തിന്റെ എണ്ണമറ്റ പാപങ്ങളാണ് ഈ കുരിശിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. ഗുരു, ഈ കുരിശ് ഇത് ഞാൻ ചുമന്നോളാം. എങ്കിലേ എന്റെ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം ലഭിക്കും. എന്റെ പ്രിയജനത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ
ഞാൻ നൽകേണ്ട വില എന്റെ രക്തമാണ്. അതിന് ഈ കുരിശ് യാത്ര അനിവാര്യമാണ് എന്ന് നീ മനസ്സിലാക്കും. എന്റെ ബലി പൂർത്തിയായിരുന്നു. ഈ പ്രകൃതി മുഴുവൻ നിങ്ങളോട് വിളിച്ചു പറയും, ഭയക്കരുത്. ഒന്നും അവസാനിച്ചിട്ടില്ല. ഇവയെല്ലാം എന്റെ സാമ്രാജ്യത്തിന്റെ ആരംഭം മാത്രം. മതി മതി, പടുക്കിളവൻ കുരിശ് ചുമക്കാൻ വന്നിരിക്കുന്നു. മാറിപ്പോടാ. അല്ലെങ്കിൽ വേണ്ട, ഇവന്റെ ശ്വാസം വഴിയിൽ കിടന്ന് അവസാനിക്കരുത്. ഈ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് ഇവൻ പിടഞ്ഞ് തന്നെ മരിക്കണം. ആ, നീ മതി, നീ വാ. നീയൊക്കെ ഇവന്റെ പിന്നാലെ കുറെ നടന്നതല്ലേ, നീയും ചുമക്ക് ഇവന്റെ കുരിശ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ മകനേ. നീ മാന്യനായിടൂ
ഗുരു, അങ്ങയുടെ പാപപരിഹാര ബലി പൂർത്തിയായിരിക്കുന്നു. അങ്ങയുടെ ഓരോ മുറിവുകളും ഒരു ജനതയെ രക്ഷിക്കാൻ തക്ക വിധം ആഴമേറിയതായിരുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് രക്ഷകനാണെന്ന് വിളിച്ചു പറയുകയാ. കണ്ടില്ലേ ഈ മണൽത്തരികൾ? ഒരമ്മയുടെ സങ്കടം കണ്ട് കണ്ണുനീർ വാർക്കുന്നതും. ഇടിമുഴക്കങ്ങൾ അങ്ങയുടെ വരാനിരിക്കുന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഉറച്ച പാറമേൽ തട്ടി പ്രതിധ്വനിക്കുന്നു. തായ്തണ്ടിനോട് ചേർന്ന് വളർന്ന ഞങ്ങളുടെ നന്ദികേടിന്റെ കഥയാ പറയാനുള്ളത് ഏറെയും. എങ്കിലും അങ്ങയുടെ സാമ്രാജ്യം വളർന്നുകൊണ്ടേയിരിക്കും. കാരണം അതിന്റെ വില അങ്ങയുടെ ജീവനാ. മകനേ, മകനേ, അവന്റെ ഭാഷ സ്നേഹമായിരുന്നു. അവൻ സൃഷ്ടിച്ച വിപ്ലവം മരിച്ചത് ബുദ്ധിയെ ആയിരുന്നില്ല, മറിച്ച് ജനഹൃദയങ്ങളെ ആയിരുന്നു. അതിനാലാണല്ലോ അവനെ സ്നേഹിച്ചവരും വിധിവാചകങ്ങൾ ഉച്ചരിച്ചവരും അവരുടെ പിൻതലമുറക്കാരും ഒരുപോലെ അവനെ രക്ഷകനായി ഏറ്റുപറഞ്ഞു. അതെ, കാൽവരി ഒന്നിന്റെയും അവസാനമായിരുന്നില്ല, ആരംഭം മാത്രം. റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ സ്നേഹഗാഥ.